എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സാമേശ്വരനാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ, അതായത് ചെറുപ്രായത്തിൽ, ഇപ്പോൾ 8 വയസ്സ്, 9 വയസ്സ്, 10 വയസ്സ്, അതായത് അവർക്ക് മെനാർക്കി, അതായത് പീരീഡ്സ് ആവുന്നതിന്റെ മുമ്പുള്ള സമയത്ത്, നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തില് വജൈനൽ ഡിസ്ചാർജ്, അതായത് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ഡിസ്ചാർജ് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ, അത് ഉണ്ടാവാറുണ്ടോ? ഈ അസ്ഥിയുരുക്കം, പലരും ഈ ഒരു വാക്ക് ഉപയോഗിച്ച് കേൾക്കാറുണ്ട്, അസ്ഥിയുരുക്കം. അപ്പൊ ഈ വജൈനൽ ഡിസ്ചാർജിനാണ്, അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ജനറലി എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്ന ആ സമയത്ത്, അതിന് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഭാഷയാണ് അസ്ഥിയുരുക്കം. എന്താണ് ഈ അസ്ഥിയുരുക്കം? അപ്പോ ഇത് നോർമൽ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി നോർമൽ അല്ല എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക? എന്തൊക്കെയാണ് അതിന്റെ അപകടകരമായിട്ടുള്ള സൂചനകൾ? അപ്പൊ ഇതാണ് ഞാൻ കുറെ ദിവസമായിട്ട് കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് പ്രധാനമായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു കുട്ടീനെ എന്നെ അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികളിൽ വജൈനൽ ഡിസ്ചാർജ് നോർമൽ ആണോ? അത് കാണപ്പെടാറുണ്ടോ? അത് നോർമലായിട്ട് കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ചിട്ട് നമുക്കറിയുന്ന പോലെ അവര് ആർത്തവ സമയത്തേക്ക്, അതായത് അവരുടെ ഫസ്റ്റ് പീരീഡ്സ്, മെനാർക്കി എന്ന് പറയും, അതിലേക്ക് അടുക്കുന്ന സമയത്ത്, അവർ അഡോളസന്റ് ഏജ് ഗ്രൂപ്പിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് ഒരു 8, ഇപ്പൊ അറിയാലോ, കുട്ടികളൊക്കെ മെനാർക്കി ആവുന്നത് അല്ലെങ്കിൽ പീരീഡ്സ് ഒക്കെ ഫസ്റ്റ് ടൈം ആവുന്നത് വളരെ വേഗത്തിലാണ്. പണ്ട് 12 വയസ്സ് 13 വയസ്സൊക്കെ ആണെങ്കിൽ ഇന്ന് അത് 8 വയസ്സ് 9 വയസ്സിലൊക്കെ തന്നെ കുട്ടികൾ പലപ്പോഴും ഫസ്റ്റ് പീരീഡ്സ് ആവുന്നുണ്ട്. സോ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ കുട്ടികളിൽ ഇത്തരത്തിൽ വജൈനൽ ഡിസ്ചാർജ് നോർമലായിട്ട് കാണാറുണ്ട്. സോ അതിൽ ഭയപ്പെടാനില്ല. പക്ഷേ അതിന്റെ സ്വാഭാവികമായിട്ട്, അതായത് ഈ നോർമലായിട്ട് കാണുന്ന വജൈനൽ ഡിസ്ചാർജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയായിരിക്കും? സാധാരണ രീതിയിൽ അതിന് മോശമായിട്ടുള്ള മണമൊന്നും ഉണ്ടാവില്ല, ഒരു മണം ഉണ്ടാവില്ല, സത്യത്തില് ദുർഗന്ധം ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ അതിന്റെ കളറ് ഒരു ക്രീം കളർ, അതായത് നമ്മുടെ പാൽപ്പാടയൊക്കെ പോലെ അങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ യെല്ലോ കളർ, പക്ഷെ വളരെയധികം യെല്ലോ കളർ ഉണ്ടാവില്ല കേട്ടോ. ഒരു പാലിന്റെ കളർ അല്ലെങ്കിൽ ഒരു ടുവേർഡ്സ് ഒരു ചെറിയ യെല്ലോ കളറിലൊക്കെ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ പശ പോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് നീളുന്ന രീതിയിൽ ഒരു പശ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കും കാണപ്പെടുക. അതാണ് ഇതിന്റെ നോർമൽ ആയിട്ടുള്ള സ്വഭാവം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ അല്ലാത്ത ചില സ്വഭാവങ്ങൾ അതുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ആ സ്വഭാവങ്ങൾ? മോശമായിട്ടുള്ള മണം, അതായത് ദുർഗന്ധം, അതിന് എന്തെങ്കിലും മോശമായിട്ടുള്ള മണം. അതുപോലെ തന്നെ അതിന്റെ കളറിൽ വ്യത്യാസം, ബ്ലഡ് കലർന്ന് കാണുക, ബ്രൗൺ കളറിൽ കാണുക, അല്ലെങ്കിൽ പച്ച കളറിൽ കാണുക, തൈര് പോലെ കാണുക, അതായത് തൈര് പിരിഞ്ഞ പോലെ കാണുക. അങ്ങനെ ഈ ഞാൻ നോർമലായിട്ട് എന്തൊക്കെയാണോ അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കണ്ടാലും അതിന്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ മണത്തിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, ഞാൻ മറ്റേ പറഞ്ഞില്ലേ, ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു നീളുന്ന ഒരു റബ്ബർ ബാൻഡ് പോലെയൊക്കെയാണ് കാണുക. ഇതല്ലാതെ ഇങ്ങനെ പല പിരിഞ്ഞ തൈര് പോലെ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അത് അബ്നോർമൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാം? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. നോക്കൂ, അത് പലപ്പോഴും അവിടെ ആ വജൈന ഭാഗത്തുള്ള പല ഇൻഫെക്ഷൻസ് കാരണം, പല ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം, ഇപ്പോൾ ഞാൻ തൈര് പോലെ എന്ന് പറഞ്ഞില്ലേ, കാൻഡിഡൽ ഇൻഫെക്ഷൻസിലാണ്, അതായത് കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനിലാണ് അത്തരത്തിൽ പിരിഞ്ഞ തൈര് പോലെയുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും. ആ ഭാഗത്ത് സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര റെഡ് കളറായിട്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും, കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരു ദുർഗന്ധവും അതിനുണ്ടായിരിക്കും. സോ അത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഒരു കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗൽ, അങ്ങനെയുള്ള ധാരാളം ഇൻഫെക്ഷൻസ് പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉൾഭാഗത്ത് ചിലപ്പോൾ മൂത്രപ്പഴുപ്പ് ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള അണുബാധകളിലും ഇത്തരത്തിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ ഈ പറഞ്ഞ പോലെ മോശം മണമോ, അതിന് ചൊറിച്ചിലോ, സ്കിൻ ഭാഗത്ത് തടിപ്പോ, റെഡ് കളറോ, പിന്നെ അതിന്റെ കളറിൽ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ നിങ്ങൾ കാണിക്കണം. ഇതിന് വേറൊരു ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ സെക്ഷൽ അബ്യൂസിന് പല കുട്ടികളും വിധേയരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ റിക്കറന്റ് ആയിട്ട് അവിടെ ചൊറിച്ചിലും വേദനയും ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് വെച്ചിരിക്കാതെ ഒരു ഡോക്ടറെ കാണിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ അറിയാലോ, പല സംഭവങ്ങൾ നമുക്ക് അറിയുന്നതാണ്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈംഗികപരമായിട്ടുള്ള അബ്യൂസിന് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. ഓക്കെ, സോ അതപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പിന്നെ
ഈ അസ്ഥി ഉരുക്കം എന്ന് പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം പലപ്പോഴും ഇത് ഇങ്ങനെ ഈ വജൈനൽ ഡിസ്ചാർജിന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പേരാണ് അസ്ഥി ഉരുക്കം. ഇതുകൊണ്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് വേർഡാണ്. അസ്ഥി ഉരുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ അസുഖമാണെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടികളിൽ മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾക്കൊക്കെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ മാസക്കുളി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-14 ദിവസം ആവുന്ന സമയത്ത് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് നല്ലപോലെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, അതായത് ഹോർമോൺസ് മാറുന്നത് കൊണ്ട് വരുന്നതാണ്. ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രത്തിൽ ചില ദിവസങ്ങളിൽ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ടും ചില ദിവസങ്ങളിൽ കുറഞ്ഞതായിട്ടും കാണും. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെൺകുട്ടികൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് എന്താന്നുള്ളതും എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏത് സ്ത്രീകൾക്കും ഞാൻ ഈ പറഞ്ഞ പോലെ മോശമായിട്ടുള്ള, അതായത് അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിന്റെ ഗുണത്തിലും മണത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഓൾറെഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ അത് പെൺകുട്ടികളിൽ മാത്രമല്ല എല്ലാ സ്ത്രീകളിലും ബാധകമാണ്. സോ ഈ അസ്ഥി ഉരുക്കം എന്ന് പറയുന്നത് പല ആളുകളും നമ്മളെ വന്നിട്ട് അസ്ഥി ഉരുക്കാണെന്ന് പറഞ്ഞു വന്ന് കാണുമ്പോൾ എന്തായിരിക്കും ഈ വജൈനൽ ഡിസ്ചാർജ് ആണ് ചോദിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. സോ എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിലൂടെ വരുന്ന സ്രവങ്ങൾ നോർമലാണ്. അത് നമ്മുടെ ആർത്തവ ചക്രത്തിൽ പലപ്പോഴും ഉണ്ടാവുന്നതാണ്. അത് ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ട്, പ്രത്യേകിച്ച് വജൈനയൊക്കെ വൃത്തിയാക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രകൃത്യാ ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് പലപ്പോഴും ഈ വജൈനൽ ഡിസ്ചാർജ് കേട്ടോ. അപ്പൊ അതിനെ അബ്നോർമൽ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് വന്നു എന്ന് പറഞ്ഞിട്ട് അസ്ഥി ഉരുക്കമാണെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ അസ്ഥി ഉരുക്കം എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഒരു മിസ്നോമർ ആണ്, ഒരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. അസ്ഥിക്കും ഉരുക്കത്തിനൊന്നും ഈ ഒരു വജൈനൽ ഡിസ്ചാർജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കാരണം പല അച്ഛനമ്മമാരും പെൺകുട്ടികളുടെ 8 വയസ്സ് 9 വയസ്സിലൊക്കെ ഈ വജൈനൽ ഡിസ്ചാർജ് കാണുമ്പോൾ പേടിച്ചരണ്ട് ഓടി വരാറുണ്ട്, എന്തോ വലിയ അസുഖമാണെന്ന് വിചാരിച്ചിട്ട്. 90% കേസസിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നമ്മൾ ചോദിക്കുന്ന സമയത്ത് അതൊരു ഈ പറയുന്ന പോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ പോകുന്ന, ഒരു മണവും അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു ഡിസ്ചാർജ് മാത്രമാണ്. സോ 90% ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഒരു 10% കേസസിൽ പലപ്പോഴും ചിലപ്പോൾ മൂത്രപ്പഴുപ്പ് ഉണ്ടാവുന്നത് കാണാം, ചിലപ്പോൾ അവിടെ സ്കിൻ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ളതായിട്ട് കാണാം. അപ്പൊ നമുക്ക് അതിന്റേതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. മൂത്രം ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ വജൈനൽ ഡിസ്ചാർജിന് സ്വാബ് എടുത്ത് അതിൽ എന്തെങ്കിലും അണുക്കളുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ കേസ് ബൈ കേസ് നമുക്ക് മാറും. അതിന് ആ ഭാഗം പ്രൈവറ്റ് ഏരിയ നമ്മൾ എക്സാമിൻ ചെയ്യും, മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ അതൊക്കെ വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിയെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. ഇത് സ്ത്രീകളിലും ഇത് തന്നെയാണ്, പെൺകുട്ടികളിൽ മാത്രമല്ല സ്ത്രീകളിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത്രയുമാണ് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വജൈനൽ ഡിസ്ചാർജ്. അതായത് പെണ്ണുകളുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ എപ്പോ കണ്ടാലും അത് അബ്നോർമൽ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. സോ എന്താണ് അബ്നോർമൽ, എന്താണ് നോർമൽ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആളുകളിലേക്കും ദയവ് ചെയ്ത് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ഗുഡ് നൈറ്റ്.